ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. നിലയ്ക്കലിന് സമീപം ഇലവുങ്കിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരവെയാണ് അപകടം സംഭവിച്ച. വിവരങ്ങളുമായി ഡി ബിനോയ് ഉണ്ട്. ബിനോയ്, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? അപകടത്തിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? എത്ര പേർ ഈ ബസ്സിൽ ഉണ്ടായിട്ടുണ്ട്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടിയാണ് ഇലവങ്കലിനും കണമലയ്ക്കും ഇടയ്ക്കുള്ള ഒരു വളവിൽ തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞത്. ഇതില് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 40-ലധികം തീർത്ഥാടകരുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ പറയുന്നത്. അതില് 20 പേരുടെ പരിക്കാണ് ഇതുമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ 20 പേരിൽ 7 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരെ എരുമേലിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് അപകട സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. കാരണം വളവും അതുപോലെ തന്നെ പ്രത്യേകം വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ഒരു പക്ഷേ ഡ്രൈവറുടെ ഭാഗത്തുണ്ടായി വീഴ്ചയാവാം അപകട കാരണമെന്നാണ് ജനപ്രതിനിധികളെന്ന് പറയുന്നത്. എന്തായാലും പരിക്കേറ്റവരെ അല്പസമയത്തുള്ളിൽ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കും. അതുപോലെ തന്നെ എരുമേലിയിലേക്കുള്ളവരെ എത്തി എന്നാണ് പറയുന്നത്. അവിടെ ഏകദേശം 12ഓളം പേര് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിൽ ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. ഇയാളെ അവിടെ എരുമേലിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തേക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കോട്ടയം ജില്ലാ കളക്ടറും പോയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. അപകടം നടന്ന സമയത്ത് സമീപവാസികളായ ആളുകളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വിവരമറിഞ്ഞ് പിന്നീട് പമ്പയിൽ നിന്ന് പോലീസും അഗ്നിരക്ഷാ സേനാ അംഗങ്ങളും അവിടെ എത്തി അവരുടെ വാഹനങ്ങളിലാണ് ഈ പരിക്ക് പറ്റിയവർ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബിനോയ്, ഇത് ഈ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞെന്നുള്ള ഒരു വിവരമാണല്ലോ ലഭിക്കുന്നത്. വലിയ താഴ്ചയിലേക്കാണോ മറിഞ്ഞിരിക്കുന്നത്? ബസ് അവിടെ നിന്ന് ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഈ ആളുകളെയൊക്കെ പുറത്തെടുക്കുന്ന നടപടി ഇപ്പോഴും തുടരുകയാണോ? അതോ അവരെല്ലാവരും തന്നെ ബസ്സിനുള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ബസ്സിനകത്തുണ്ടായിരുന്ന തീർത്ഥാടകരെ മുഴുവനും പുറത്തെടുത്തു എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ഇത് അല്പം താഴ്ചയുള്ള പ്രദേശമാണ്. അതായത് ഇലവങ്കിൽ നിന്നും നമ്മൾ നാറാണം തോടുന്ന സ്ഥലത്താണ്. ഇലവങ്കിൽ നിന്നും എരുമേലിയിലേക്ക് പോകുന്ന വഴിക്ക് 2 കിലോമീറ്റർ കഴിയുമ്പോഴുള്ള ഒരു സ്ഥലത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഈ പ്രദേശത്ത് ജനവാസ മേഖലയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ സമീപത്തൊന്നും വളരെ ദൂരം നിൽക്കുന്ന ആളുകൾ എത്തിയാണ്. അതുപോലെ തീർത്ഥാടനത്തിന് പോയ ആളുകളും ഒക്കെ ചേർന്നാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീടാണ് പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും അവിടേക്ക് എത്തിയത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞിടയ്ക്കും ഉണ്ടായല്ലോ ബസ് അപകടം ഒരിക്കൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്പോഴും ഈ അപകടം നടന്ന ഉടനെ തന്നെ ഈ വിവരങ്ങൾ പുറത്തെത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്തവണ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? അപകടം നടന്നപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം വളരെ വേഗതയിൽ തന്നെ നടന്നു. ഇവിടെ ഉള്ള ഒരു പ്രധാന പ്രശ്നം വനമേഖല ആയതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകൾക്ക് റേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ വ്യക്തമായി കിട്ടുകയുമില്ല. അത് മാത്രവുമല്ല, ഇതുവഴി സാധാരണഗതിയിൽ ആളുകൾ പോകുന്ന ഒരു വഴി കൂടിയാണ്. യാത്രക്കാർ, അതായത് അട്ടത്തോടിലേക്കും അല്ലെങ്കിൽ നിലയ്ക്കലിലേക്കൊക്കെ താമസിക്കുന്ന ആളുകൾ അതുവഴി പോകുന്ന വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ തീർത്ഥാടകരെ അല്ലെങ്കിൽ പരിക്ക് പറ്റിയവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വണ്ടിക്കകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തെത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ ഏത് രീതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പരിക്ക് പറ്റിയ ആളുകളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പരിക്കുപറ്റിയ ആളുകളുടെ പേരും വിവരങ്ങളും ഒന്നും ലഭ്യമായിട്ടില്ല. എണ്ണം മാത്രമാണ് ഇപ്പോൾ അതും ഏകദേശം ഒരു എണ്ണം മാത്രമാണ്. പത്തനംതിട്ട ജില്ലാ കളക്ടർ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. SP-യും അവിടേക്ക് പോയിട്ടുണ്ട്. ജനപ്രതിനിധികളും അവിടേക്ക് നീങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ഏകദേശം പത്തനംതിട്ട ടൗണിൽ നിന്ന് തന്നെ ഏകദേശം 1.5 മണിക്കൂറോളം യാത്ര ചെയ്താൽ മാത്രമാണ് ഈ വനമേഖലയിൽപ്പെട്ട ഈ റോഡിൽ എത്താൻ കഴിയുകയുള്ളൂ. വേഗത്തിൽ എത്താൻ കഴിയുന്നത് എരുമേലിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കാണ്. എരുമേലിയുമായി ഏകദേശം 30 കിലോമീറ്ററിനകത്ത് മാത്രം വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പരിക്ക് പറ്റിയവരെ എരുമേലിയിലേക്കും പിന്നീട് കോട്ടയത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നത്. സാരമായി പരിക്കേറ്റവരെ പത്തനംതിട്ട ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഒപ്പം തന്നെ കൂടുതൽ പരിക്കേറ്റവരെ കോട്ടയത്തേക്കുമാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 1:30 കൂടിയാണ് അപകടം നടന്നത്. ബസ്സിൽ കുടുങ്ങിയവരെല്ലാവരെയും തന്നെ പുറത്തു കടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് അപകടം ഉണ്ടായത്.